ഹായ് എവരിവൺ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നൊരു സ്മോക്കി ഒന്ന് ട്രൈ ചെയ്യാൻ പോണേണ് കേട്ടോ. സോ അപ്പൊ നമുക്ക് വൈകാതെ വീഡിയോയിലോട്ടോ. സോ ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. അപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് സ്കിൻ പ്ലസ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിന്റെ ഐഷാഡോ പാലറ്റ് ആണ് കേട്ടോ. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. പിന്നെ ഞാൻ ബ്രഷ് എടുത്തത് എനിക്ക് ഐഷാഡോന്റെ ബ്രഷ് ചെയ്താണെന്ന് ആകെ കൺഫ്യൂഷൻ ആയിട്ടോ. പിന്നെ ഏത് കളർ കൊടുക്കും, ഞാനിപ്പോ കൊടുക്കാന്ന് വിചാരിച്ചത് ഒരു പിങ്ക് സ്മോക്കി ആയി കൊടുക്കാന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യം. അപ്പൊ ഇതൊരു ട്യൂട്ടോറിയൽ ഒന്നും അല്ല കേട്ടോ, എനിക്ക് ആ ലെവലിലൊന്നും അറിയില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ച് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം ഒരു പിങ്ക് കളർ കൊടുത്തത്, പക്ഷെ അത്ര അത് പിഗ്മെന്റഡ് അല്ലാത്തത് കൊണ്ട് ഞാൻ വേറെ രണ്ട് ഷെയ്ഡും കൂടി ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ബ്ലെൻഡ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു പാലറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ ഒന്ന് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പാലറ്റ് ആണ് കേട്ടോ. അവർക്കൊക്കെ ചെയ്ത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് പഠിക്കാനും അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ധാരാളമാണ് കേട്ടോ. അല്ലാത്തവർ കുറച്ചും കൂടി ഒരു ക്വാളിറ്റി ഉള്ള പാലറ്റ് ഒക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഇപ്പൊ ഞാനാണെങ്കിലും അങ്ങനെ അധികം ഒന്നും യൂസ് ചെയ്യാറില്ല, ഐഷാഡോ ഒന്നും ഒട്ടും യൂസ് ചെയ്യാറില്ല. വല്ലപ്പോഴും ഒരു തോന്നലിൽ എന്തെങ്കിലും ഫംഗ്ഷന് പോകണുണ്ടെങ്കിൽ യൂസ് ചെയ്ത തോന്നല് മാത്രമേ യൂസ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് പിങ്ക് കളർ കൊടുത്തപ്പോ ഇങ്ങനെയാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇതെല്ലാം കുറച്ചും കൂടി ഒരു ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. പക്ഷെ ഇത് അത്രയും വന്നില്ല കേട്ടോ. അപ്പൊ നമുക്ക് കൊടുത്ത ഷെയ്ഡ് പിഗ്മെന്റഡ് അല്ലാത്തത് കൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഭംഗി തോന്നിയില്ല കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ചൊന്ന് ഡാർക്ക് ആക്കി ഏതെങ്കിലും ഒരു ഷെയ്ഡ്, ഒന്നല്ലെങ്കിൽ ബ്രൗണോ അതല്ലെങ്കിൽ ബ്ലാക്കോ കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്കൊരു പിങ്ക് ബ്ലാക്ക് കോമ്പിനേഷനിൽ ഒരു സ്മോക്കി ആയി ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ. ഇതൊന്നും വലിയ ഐഡിയ ഇല്ല കേട്ടോ, നമ്മളൊരു ഐഡിയ വെച്ച് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ ഞാൻ അങ്ങനെ ബ്ലാക്കും കൂടി ഒന്ന് സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എനിക്ക് ബ്രഷ് വെച്ച് ചെയ്തിട്ട് എനിക്ക് ഒട്ടും കംഫർട്ട് അല്ലായിരുന്നു കേട്ടോ, ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. ഞാൻ അല്ലെങ്കിലും ഐഷാഡോ ഒക്കെ കൈ വെച്ചാണ് സാധാരണ ചെയ്യാറുള്ളത്. പിന്നെ ബ്ലെൻഡ് ചെയ്യാനായിട്ട് ബ്രഷ് യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. സത്യത്തിൽ ബ്രഷ് ചെയ്താണെന്ന് പോലും വലിയ ഐഡിയ ഒന്നും ഇല്ല കേട്ടോ. നമുക്ക് കൈ കിട്ടുന്ന ബ്രഷ് എടുത്തിട്ട് ഇതൊക്കെ ചെയ്യണം കേട്ടോ. പിന്നെ എല്ലാത്തിനും ഡിഫറെന്റ് ബ്രഷ് ആണെന്ന് നമുക്ക് അറിയാം, പക്ഷെ എന്നാലും നമുക്ക് കൈ കൊണ്ട് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി എനിക്ക് ഒരു കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഞാൻ കൈ കൊണ്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് സംഭവം കയ്യിന്ന് പാളിപ്പോയെന്ന് എനിക്ക് തോന്നി കേട്ടോ. കാരണം മൊത്തം അങ്ങോട്ട് എന്താ പറയാ, നമ്മൾ പ്രതീക്ഷിച്ച അത്ര പെർഫെക്റ്റ് അല്ല എന്ന് എനിക്ക് മനസ്സിലായി. സംഭവം മൊത്തം കളറിന് പോലെ എനിക്ക് ആകെ ഒരു ഫീൽ ആയിട്ടോ. എനിക്ക് ആകെ കുളമായോ എന്നൊരു സംശയമായിട്ടോ. ഞാൻ പിന്നെ രണ്ടാമത് ബ്രഷ് വെച്ച് തന്നെ പിന്നെ അത് ബ്ലെൻഡ് ആക്കി ആകെ സത്യം പറഞ്ഞാൽ ഒരു കുളമായ പോലെ ഒരു ഫീൽ ഉണ്ട് കേട്ടോ. എന്തിനാ പറ്റാത്ത പഠിക്ക് പോണേ എന്ന് എന്റെ മനസ്സിങ്ങനെ പറയാനുണ്ടായിരുന്നു കേട്ടോ. എന്നാലും വിട്ടുകൊടുക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ എന്ത് ചെയ്തെന്നോ, ഒന്നും കൂടി ഒന്ന് ആ ക്രീസിന്റെ അവിടേക്ക് ഒരു ലൈറ്റ് ഷെയ്ഡ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ബ്ലെൻഡ് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു ലെവലായിട്ട് ഓക്കെ ഒന്നും എനിക്ക് തോന്നി കേട്ടോ. അതിനുശേഷം കാജലും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു. കാജലും ഐലൈനറൊക്കെ ഒന്ന് ഫില്ല് ചെയ്യുമ്പോൾ കുറച്ചൊരു ഡിഫറെന്റ് ആയിട്ട് തോന്നും. അപ്പൊ ഞാൻ അതും കൂടി ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നോക്കാന്ന് വിചാരിച്ചോട്ടാ. അപ്പൊ ഞാനിത് കൊളാവുകയാണെങ്കിൽ ഒരിക്കലും അപ്ലോഡ് ചെയ്യേണ്ടെന്ന് വിചാരിച്ച ഒരു വീഡിയോ ആണ് കേട്ടോ. പക്ഷെ എനിക്ക് ഫൈനൽ ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. എനിക്ക് വീഡിയോ കൂടി ക്യാമറയിൽ കൂടി എത്രത്തോളം ഭംഗിയുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ ഡയറക്റ്റ് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക് എന്ന് പറയണത് കേട്ടോ. അപ്പൊ ഞാനിത് സൂം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത്ര ക്ലാരിറ്റി അല്ലെങ്കിൽ അത്ര ഭംഗി തോന്നില്ല കേട്ടോ. പക്ഷെ ഡയറക്റ്റ്ലി കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക് എന്ന് പറയണത് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മളുടെ ഫൈനൽ ലുക്ക് എന്ന് പറയണത്. വാവ്, സൂപ്പർ. സത്യം പറയാലോ, ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉറക്കം കഴിഞ്ഞ് ഒരു ഉറക്കം കഴിഞ്ഞിട്ട് എഴുന്നേക്കുമ്പോ കണ്ണൊക്കെ ഇങ്ങനെ തിരിഞ്ഞ് എഴുന്നേക്കൂലേ, അതേപോലെ ഉണ്ടല്ലേ. പക്ഷെ ഉണ്ടല്ലോ, ഒരു ബ്ലാക്ക് ഡ്രസ്സിന്റെ കൂടെ ഈ ഒരു സ്മോക്കി ചെയ്യുമ്പോൾ അടിപൊളിയായിരിക്കട്ടെ, നല്ലൊരു അടിപൊളി ലുക്ക് കിട്ടുന്നതായിരിക്കും. എനിക്കിഷ്ടമായിട്ടോ. അപ്പോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും, നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും എന്തായാലും എന്റെ മുഖത്ത് നോക്കി തന്നെ പറയണോട്ടോ. അതല്ലാതെ ഞാൻ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് അങ്ങനൊന്നും വിചാരിക്കേണ്ട, എന്ത് വേണമെങ്കിലും പറഞ്ഞു. സത്യത്തിൽ എനിക്കൊരു നെഗറ്റീവ് കമന്റ് കിട്ടാനായിട്ട് പൂർത്തിയാവണം കേട്ടോ. ചെറിയ രീതിയിൽ കുഞ്ഞു കമന്റുകളൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. സത്യം പറഞ്ഞ ആ നെഗറ്റീവ് കമന്റ് ഇടുമ്പോൾ നമുക്കൊരു എനർജി ആണല്ലോ, നമുക്കൊന്നും കൂടി ഒരു പവർ വരുമല്ലോ, അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലാണ്ട് എന്നെ അടിച്ചൊന്നും ഇരുത്തരുത്, അത്രയുള്ള എനിക്ക് പറയാനായിട്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്താണെങ്കിലും കമന്റ് ചെയ്യാം കേട്ടോ. സോ അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരുന്നതായിരിക്കും കേട്ടോ. അതുവരേക്കും ബൈ.